കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് വായിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഏതൊക്കെ പഠിച്ചു? ക, ഖ, ഘ, ഘ, ങ, ച, ഇച്ച, ജ, ഇജ, ഞ, ട, ഢ, ഇഢ, ഇഢ, ണ, ത, ധ, 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 ന. അതുപോലെ ഇത് പഠിച്ചു? പ, ഫ, ബ. ഓക്കെ, ഇതുവരെയല്ലേ കൂട്ടുകാർ പഠിച്ചത്? ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന വ്യഞ്ജനാക്ഷരം ഭ. ഭ എങ്ങനെയാ എഴുതുന്നതെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. നമ്മള് റാ പഠിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ? നമ്മൾ എന്തോ ചെയ്യണം? ആദ്യം ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ റാ എഴുതുന്നില്ലേ? അതുപോലെ റാ എഴുതില്ല, ഇതിന്റെ ഹാഫായിട്ട് എഴുതി കൊടുക്കാം. എന്നിട്ട് എന്തോ ചെയ്യണം? ഇവിടെ നിന്ന് നമുക്ക് എന്തോ ചെയ്യണം? ഇങ്ങനെ വന്ന് ഒരു ഹുക്ക് പോലെ അല്ലേ? എന്തോ ആയി? ഭ. റായിന് ഒരു കിട്ടു കൊടുത്തു അല്ലേ? ഇങ്ങനെ ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം, അപ്പോഴും മനസ്സിലാവും. നമ്മൾ എന്തോ ചെയ്യണം? ഇതാ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് മുകളിലോട്ട് എഴുതുക. ഇവിടുന്ന് എന്തോ ചെയ്യണം? നമ്മളെ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ എഴുതുക. ഒരു ഹുക്ക് ഇട്ട് കൊടുത്തു റായിന് അല്ലേ? ഒരു ഹുക്ക് പോലെയല്ലേ ഇങ്ങനെ വന്നിട്ട് ഇത് ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്ന ഇവിടുന്ന് അല്ലേ? ഇത് അവിടെ അത് എങ്ങനെയാ വെച്ചാ ഇങ്ങനെ വന്ന് ഇങ്ങനെ എഴുതുക. ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. നമ്മള് റായിനെ പകുതിയായിട്ട് എഴുതി അവിടുന്ന് എന്തോ ചെയ്തു? ഇവിടുന്ന് ഇങ്ങനൊരു ഹുക്കിട്ട് കൊടുത്തു. ഭ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ വന്ന് ഇങ്ങനെ. ഒന്നുകൂടി ശ്രദ്ധിച്ചോക്കെ. ഇവിടുന്ന് എന്തോ ചെയ്യണം? റാ ഫുള്ളായിട്ട് വേണ്ട, ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് വന്ന് ഇവിടെ വരെ എഴുതുക. എന്നിട്ട് എന്തോ ചെയ്യണോ? ഇവിടുന്ന് നോക്കിയാട്ടെ. ഇവിടുന്ന് നമ്മള് റായിനൊരു ഹുക്ക് ഇട്ട് കൊടുത്തു. എന്തോ ആയി? വ്യഞ്ജനാക്ഷരം ഭ. ഇങ്ങനെ വന്ന് അകത്തോട്ട് നോക്കിയേ. ഹുക്ക് ഭ. മനസ്സിലാവാൻ വേണ്ടിയിട്ടാ പറഞ്ഞു തരുന്നേ. അപ്പോഴോർത്ത് വെക്കും എങ്ങനെയാ ഓരോന്ന് എഴുതുവാന്ന്. നോക്കട്ടെ. കാണുന്നുണ്ടോ? എന്തോ ചെയ്യണോ? ഇതാ ഇവിടുന്ന് തുടങ്ങി കുത്തിൽ എഴുതുന്ന ശ്രദ്ധിച്ചാട്ടെ. ഇങ്ങനെ വന്ന് ഇവിടുന്ന് എന്തോ ചെയ്തു? താഴത്തോട്ട് വന്ന് ഇങ്ങനൊരു ഹുക്കിട്ട് കൊടുത്തു. ഒന്നുകൂടി നോക്കിയേ. താഴെന്ന് തുടങ്ങി പതിയെ എഴുതു ആദ്യം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. പിന്നീട് അത് ഇവിടെ ഉള്ളോട്ട് വന്ന് വീണ്ടും അതാ പുറത്തോട്ട് വന്നു. അല്ല, ഒരു ഹുക്ക് പോലെ അല്ലേ തോന്നുന്നേ? ഭ. ശ്രദ്ധിച്ചോക്കേ. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എഴുതി അകത്തോട്ട് വന്ന് വീണ്ടും നോക്കിയാട്ടെ. ശ്രദ്ധിച്ചോക്കെ എഴുതുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ഏതാ വ്യഞ്ജനാക്ഷരം? ഭ. ഒന്നുകൂടി ശ്രദ്ധിച്ചോക്കെ. ആദ്യം എന്തോ ചെയ്യണം? നമ്മൾ ഇവിടുന്ന് താഴെന്ന് തുടങ്ങി ഇങ്ങനെ എഴുതുക. ഇവിടുന്ന് എന്തോ ചെയ്യണോ? ഇവിടുന്ന് നോക്കിയാട്ടെ. ഇവിടുന്ന് ഇതാ ഇങ്ങനെ വന്ന് ഇങ്ങനെ എഴുതുക. എന്തുവായി? വ്യഞ്ജനാക്ഷരം ഭ. മനസ്സിലായോ? ഇവിടുന്ന് ശ്രദ്ധിച്ചേ. ഇങ്ങനെ വന്ന് ഇവിടുന്ന് എന്തോ ചെയ്തു? നമ്മളെ ഇങ്ങനെ എഴുതി കൊടുത്തു അല്ലേ? ശ്രദ്ധിച്ചോക്കേ. ഇങ്ങനെ കൈവിടാതെ എഴുതാൻ പറ്റുന്നുണ്ടോ? ഭ. എളുപ്പമല്ലേ? ശ്രദ്ധിച്ച് മനസ്സിലാക്കിയപ്പോഴേ. നമ്മളൊന്നും റാ പഠിച്ചതുകൊണ്ട് ആ റായിന് ഹാഫ് എഴുതാം. പിന്നീട് എന്തോ ചെയ്യണം? അതിനകത്തോട്ട് ഇങ്ങനൊരു ഹുക്ക് പോലിട്ട് കൊടുക്കാം. റാ മുഴുവനായി വേണ്ട, ഇവിടെ വരെ എഴുതി അത് അകത്തോട്ട് ഇത് ഇങ്ങനെ ഒന്ന് വളഞ്ഞ് താഴത്തോട്ട്. ഓക്കെ ആണോ?
ഭ. ഏതാ പഠിച്ചത് ഇന്ന്? വ്യഞ്ജനാക്ഷരം ഭ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടായോ? വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.